ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന IQ7 ലെജൻഡിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. സോ ചെയ്യാൻ പോകുന്നത് പബ്ജിയും കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ഗെയിം കളിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് നിർത്തിയുള്ളൂ. അടിപൊളി ഗെയിമിംഗ് എക്സ്പീരിയൻസ്. സോ ഞാൻ എൻ്റെ നേരത്തെ MI11 എന്ന് വെച്ച് നോക്കുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് എന്നും പറയാം. കാരണം ഇത് പ്രഷർ സെൻസിറ്റീവ് ബട്ടൺസ് ഡിസ്പ്ലേയിലുള്ളൊരു ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ സംഭവം യൂസ് ചെയ്യുന്നത്. ട്രിഗേഴ്സ് ഉള്ളൂ, റോഗിനകത്തൊക്കെ മുഴുവൻ ട്രിഗേഴ്സ് കാണാൻ പറ്റും. പക്ഷേ ഇത് ഡിസ്പ്ലേ തന്നെ നമ്മുടെ ഒരു പ്രഷർ സെൻസിറ്റീവ്. നമ്മുടെ ഗാലക്സി S8-നകത്തൊക്കെ താഴെ നമുക്ക് ഈ ഹോം ബട്ടൺ പ്രഷർ സെൻസിറ്റീവ് ആയിരുന്നു. അതേപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാനിത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഗെയിം കളിച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. സോ നമുക്ക് ആദ്യം തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ. മൾട്ടിപ്ലെയർ മോഡ് എടുത്തു. യെസ്, സ്റ്റാർട്ട് കൊടുക്കാം. സോ ഗൈസ്, ഞാൻ യൂഷ്വലി ഗെയിമറേ അല്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ ജസ്റ്റ് ഗെയിം കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറേ സെറ്റിങ്സ് ഉണ്ട്. ഞാനിതൊന്ന് ഇവിടെ കണ്ടോ കുറേ സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞുതരാം. സോ നമുക്ക് ജസ്റ്റ് ഇത് നല്ലൊരു ഹാപ്റ്റിക് വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഡെഡിക്കേറ്റഡായിട്ട്. നമുക്കിത് കളിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല സ്മൂത്ത്നെസ് ആണ്. 888 ആണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു മാക്സിമം സെറ്റിങ്സ് ഇട്ട് ഡിസ്പ്ലേ മാറ്റാം. സെറ്റിങ്സ്, നമ്മുടെ ഓഡിയോ ആൻഡ് ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈ ആയിട്ടേക്കണം. ഫ്രെയിം റേറ്റ് മാക്സ് ഇടാം. ഓക്കെ, ഫ്രെയിം റേറ്റ് മാക്സ് ഇട്ടു. ഓക്കെ, ഇനി ബാക്ക് പോവാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോൾ മാക്സിമം ഫ്രെയിം റേറ്റ് ആയിട്ട് ഇറങ്ങണേ. സോ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിന് അത്ര എന്താണ് ബുള്ളറ്റ് പ്രൂഫാണ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഗൈസ് നല്ല സ്മൂത്താണ് കേട്ടോ. ഒരു ഇടിയും പുകയും മാത്രമേ ഉണ്ടല്ലോ. ഓക്കെ, പെർഫെക്റ്റ്. കട്ട സ്മൂത്താണ്, ഒന്നും പറയാനില്ല ഗൈസ്. അവിടെ ആരോ ഉണ്ട്. ഓക്കെ, ഗൈസ് എക്സ്ട്രീം സ്മൂത്തിലാട്ടോ. ഓ, ഒരെണ്ണം കിട്ടി എവിടെയോ, ആരോന്നറിയാൻ മേല. ഐസ് കണ്ടോ നിങ്ങൾ, ആ സ്മൂത്ത്നെസ് ഉണ്ടോ? കട്ട സ്മൂത്ത്നെസ്സാണ്, ഒന്നും പറയാനില്ല. ഒരു സോർട്ട് ഓഫ് ഇഷ്യൂസും ഇല്ല. ഞാനിപ്പോൾ ഓൾറെഡി ഗെയിം കളിച്ചിട്ട് ജസ്റ്റ് വെച്ചിട്ടാണ്. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഇതിൻ്റെ മാപ്പിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്, ഞാൻ ജസ്റ്റ് ഈ സമയത്ത് പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഒന്ന് പറഞ്ഞുതരാം. സോ നമ്മളിവിടെ ഇവിടെ കഴിയുമ്പോൾ ഒരു പ്രഷർ സെൻസിറ്റീവ് സ്ക്രീൻ കണ്ടോ? അതിനകത്ത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ബട്ടൺസ്, നമുക്ക് ലെഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഷൂട്ട് ടൈം ചെയ്യാം, റൈറ്റ് വേണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ സ്കോപ്പ് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ രണ്ടും ഷൂട്ട് ഇട്ടു എന്ന് വെച്ചോ, ലെഫ്റ്റും റൈറ്റും ഷൂട്ട് ഇട്ടു. ഇനി ഡൺ കൊടുത്തു. ഇനി എനിക്ക് വെടി വെക്കണം. ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഫ്രണ്ടിൽ വന്ന് ജസ്റ്റ് ഇവിടെ സ്ക്രീനിൽ മുറുക്കി പ്രസ് ചെയ്ത് നോക്കിയോട്ടോ. ഇപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പോകണേ, അപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ വന്ന് നോക്കിയോ, കണ്ടോ? ജസ്റ്റ് വേറെ ഒന്നും ഞെക്കണ്ട, വേറെ മറ്റേ ഷൂട്ട് ബട്ടണിൽ ഞെക്കണ്ട. ജസ്റ്റ് നമ്മൾ സ്ക്രീനിൽ തന്നെ പ്രസ്, നമുക്ക് ദാറ്റ് മീൻസ് ഇങ്ങനെ നാവിഗേഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഷൂട്ട് ചെയ്ത് പോകാം. നമുക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം മാപ്പ് ചെയ്യാം, അതായത് 2 ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് തോന്നി ഇത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കത് കളിച്ചിട്ട് ഇതായി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ ടീം തന്നെയായിരുന്നു ഇപ്പോൾ കൊന്നേനവന്മാരൊക്കെ. അയ്യോ കണ്ടോ, പൊടി അയ്യോ ആരാര്, ഓ പൊടി സാധനം ഗൈസ്. ഇതാണ് കേട്ടോ, ഇച്ചിരി കൂടെ ഒന്ന് കളിച്ച് സെറ്റായി കഴിഞ്ഞാൽ ഇതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഗൈസ് പൊളി. ഓക്കെ, സെറ്റ്. യെസ്,
ഓക്കെ ഗൈസ്, സോ ഒന്നും പറയാൻ, ദാറ്റ് മീൻസ് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ വൈബ്രേഷൻ മോട്ടർ കിഡ് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചാൽ നമുക്ക് ആ ഇമേജ് നമ്മൾ അതിനകത്ത് നമുക്ക് ഇച്ചിരി, ഞാനിപ്പോൾ അത്ര പ്രോ ലെവൽ ഇല്ലാത്ത ആൾക്കാർ പോലും ഒരു പ്രോ ലെവലാക്കും അങ്ങനത്തെ ഒരു ഫോണാണ് ഗൈസ് Iqoo7 ലെജൻഡ്. ആക്ച്വലി Iqoo7 എനിക്ക് കിട്ടിയിട്ടില്ല. Iqoo7ൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഗൈസ്. നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ രണ്ടും കട്ടൊക്കെയാണ്. ഒരു അഡ്വാൻറ്റേജ് ഫ്രെയിം ഇൻ്റർപോളേഷൻ, ദാറ്റ് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു MEMCയുടെ ഒരു സംഭവം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് അതിന് സൗണ്ട് എന്ന് കുറച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നു, നല്ല സൗണ്ട് ഇട്ട് നല്ല കിടുക്കൻ സ്റ്റീരിയോ എഫക്റ്റ് കിട്ടും. ഓക്കെ അപ്പോൾ MEMC എന്ന് വെച്ചാൽ നമുക്ക് നോർമലി 60 FPS ഉള്ള ഗെയിം നമുക്കിവിടെ 120 FPS ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അങ്ങനെ ഇച്ചിരി സ്മൂത്ത്നെസ് കൂടുതൽ കിട്ടും. അതായത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മുടെ Iqoo7. പക്ഷേ Iqoo7ലെ ലെജൻഡിൽ അത് കണ്ടില്ല. Iqoo7ൻ്റെ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. അത് എടുത്ത് പറയണ്ടായിരുന്നു. ഞങ്ങൾ 7 ലെജൻഡ് നോക്കുമ്പോൾ ഒരു വേറെ, പിന്നെ അത് മാത്രമല്ല ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടി കൂടുതൽ Iqoo7നാണ് ഇതിനേക്കാളും വെച്ച് നോക്കും. പക്ഷേ 888 ആണ് ചിപ്പ് തന്നെ, ഒബ്വിയസ്ലി അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഓരോ ഫംഗ്ഷൻസിനും എടുത്തുതരാം പബ്ജിക്ക് പോകുന്നതിന് മുമ്പ്. സോ ഇത് ബാക്ക്ഗ്രൗണ്ട് കോൾസ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കോൾ വയ്ക്കും, പിന്നെ നോട്ടിഫിക്കേഷൻ വരാണ്ടിരിക്കാൻ, ഇത് കോൾസ് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ പറഞ്ഞാൽ പ്രഷർ സെൻസിറ്റീവ് സ്ക്രീൻ, ഏതൊക്കെ ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ലോങ് ഇങ്ങനെ പ്രസ്, നമുക്കൊരു ആപ്പിളിലൊക്കെ 3D ടച്ച് ഇല്ല, അത് തന്നെ സംഭവം. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമല്ല, ആപ്പിളിൻ്റെ 3D ടച്ച് ആ ഒരു സംഭവം. അല്ലെങ്കിൽ നമ്മുടെ സാംസങ്ങിൻ്റെ മറ്റേ ഓൾറെഡി S8 പറഞ്ഞ പോലെ ആ സെറ്റപ്പ്. പിന്നെ അത് മാത്രം അതിന് തൊട്ടുള്ള 4D ഗെയിം വരും. ഇതാണ് നമുക്ക് എവിടെ ഇമേഴ്സീവ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. പിന്നെ ഈ എക്സ്പോർട്ട് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എന്താണെന്ന് പറയുക, നമ്മൾ പറയാം എന്താണ്, കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റീവ് എഫക്റ്റ് കിട്ടാനും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ സെറ്റിങ്സിനകത്ത് പോയി കാണിച്ചിട്ട്. പിന്നെ ബാക്കി ഈഗിൾ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഒരു ഡിം പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് ആവട്ടോ, ദാറ്റ് മീൻസ് കുറച്ചും കൂടി വിവിഡ് ആവട്ടോ. ഉണ്ടോ, കുറച്ചും കൂടി ഒരു വിവിഡായിട്ട് നിങ്ങൾക്ക് നോർമലായിട്ട് നോക്കി കാണാൻ പറ്റും, കുറച്ചും കൂടി വിവിഡ് ആവും. അതാണ് ആ സംഭവം. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഈ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എന്താണ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡും, അങ്ങനെ കുറച്ചും കൂടി പെർഫോമൻസ് കൂട്ടാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഓട്ടോ പ്ലേ വിത്ത് സ്ക്രീൻ ഓഫ് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നമ്മളിപ്പോൾ എന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ജസ്റ്റ് ഇത് ഓണാക്കിയിട്ട് അങ്ങ് പോയാൽ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഇത് ഓണാക്കിയിടും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഗെയിം ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സ്ക്രീൻ ഓഫ് ആയിരിക്കും, അങ്ങനെ നടക്കും. അപ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ തിരിച്ച് തന്നെ നടക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ഞാൻ സെറ്റിങ്സിനകത്ത് ആ സാധനം കാണിച്ചു തരാം. സോ ഡയറക്റ്റായിട്ട് സെറ്റിങ്സിൽ പോകാം. എവിടെ, സെറ്റിങ്സ് എടുത്തു, എവിടെ സെറ്റിങ്സ്, ഓക്കെ സെറ്റിങ്സിനകത്ത് നമുക്ക് അതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അൾട്രാ ഗെയിം മോഡ് കിടപ്പുണ്ട്. ഇതിനൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ. ഇതാണ് എക്സ്പോർട്സ് മോഡ്. ഇതിനകത്ത് തന്നെ മിനിമൽ ഡിസ്റ്റർബൻസ്, ഒപ്റ്റിമൈസ് കൺട്രോൾ, ഒപ്റ്റിമൈസ് ഡിസ്പ്ലേ സെറ്റിങ്സ്, കുറച്ചുകൂടെ വിവിഡ്നെസ്സും പഞ്ചിനെസ്സും ഒക്കെ കൂട്ടാനുള്ള സാധനം. ഇതാണ് ഈഗിൾ എൻഹാൻസ്മെൻറ്റ്. ഞാൻ പറഞ്ഞ കുറച്ചും കൂടെ ഡിസ്പ്ലേ കുറച്ചും കൂടെ പഞ്ചി ആയിട്ട് കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈഗിൾ എൻഹാൻസ്മെൻറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ, പിന്നെ ഇത് ഗെയിമിൻ്റെ സൗണ്ട്, ഗെയിം സറൗണ്ട് സൗണ്ട് നല്ല എക്സ്പീരിയൻസ് ആണ്, അങ്ങനെ കിട്ടുന്ന ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടും. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് പബ്ജിയിൽ പെട്ടെന്ന് പോകാം. പബ്ജിയിൽ ഞാനത് മറ്റേ സംഭവം സെറ്റ് ചെയ്തിട്ടേക്കുവാണ്, ദാറ്റ് മീൻസ് എനിക്ക് ഓൾറെഡി പറഞ്ഞ സംഭവമില്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, ദാറ്റ് മീൻസ് എക്സ്റ്റൻഡ് റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ നല്ല അനിമേഷനൊക്കെയാണ്. എക്സ്റ്റൻഡ് റാം എന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി നമ്മുടെ ഫോൺ ഇപ്പോൾ ഞാൻ എടുത്തിട്ട് 8GB 128GB വരികയാണ്. പക്ഷേ ഇത് ആക്ച്വലി 11GB 128GB ഫോണാണ്. ഇയാൾ എന്നാ തേങ്ങി പറഞ്ഞതെന്നല്ല, കാരണം ഇതിൻ്റെ എക്സ്റ്റൻഡ് റാം എന്ന് പറഞ്ഞൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിന് വേണമെങ്കിൽ 15GB ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞാനത് സംഭവം കാണിച്ചു തരാം. ജസ്റ്റ് സെറ്റിംഗ് അവർ ഡെഡിക്കേറ്റഡ് സ്വാപ്പ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാം, പക്ഷേ ഞാനത് ഓൺ ആക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് കിട്ടും. അവിടെ എൻ്റെ സ്റ്റോറേജ് എടുക്കുക. ഇത് നമ്മുടെ ഇവിടെ സ്റ്റോറേജ്, ഓക്കെ, സ്റ്റോറേജിനകത്ത് ഇങ്ങനെ ഉണ്ടോ റാം, ഏറ്റവും ടോപ്പിൽ റാം 4.1GB ഹാവ് ബീൻ യൂസ്ഡ്, 8+3GB ഇൻ ടോട്ടൽ. ഉണ്ടോ അതെ ആണോ, എക്സ്റ്റൻഡ് റാം. ഇതാണ് നമ്മുടെ ഫീച്ചർ വരുന്നത്. എക്സ്റ്റൻഡ് റാമിനകത്തേക്ക് നമുക്ക് ആ സംഭവങ്ങൾ കിട്ടും. ഉണ്ടോ, മാക്സിമം അപ്പോൾ 11GB റാമിൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്യണ പോലെ. ഓക്കെ, നമുക്ക് ബാക്ക് ടു പബ്ജി ജസ്റ്റ് കാണിച്ചിട്ട് മീൻസ് കോൾ ഓഫ് ഡ്യൂട്ടി തന്നെ മാക്സിമം സെറ്റിങ്സ്, പബ്ജി മാക്സിമം സെറ്റിങ്സ് നമുക്ക് കളിക്കാം. ഓക്കെ, ലെറ്റ്സ് ക്ലോസ് എവറിത്തിങ്. ഞാൻ സ്റ്റാർട്ട് കൊടുക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, ലോഡിംഗ് ആണ്. ഓക്കെ, നമ്മുടെ പബ്ജിയിൽ പബ്ജി ഞാൻ സെറ്റിങ്സ് മാക്സിമം ആക്കാം. ഓക്കെ, സെറ്റിങ്സിൽ പോയി എന്നിട്ട് ഗ്രാഫിക്സ് കണ്ടോ, ഇപ്പോൾ ഇട്ടേക്കുന്നത് HDR എക്സ്ട്രീമാണ്. അൾട്രാ HD വേണം ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ ഡൗൺലോഡ് സ്വിച്ച് എന്ത് ലോബി അങ്ങനെ എന്ന് പറഞ്ഞാൽ UHD ഇല്ല. ലോബിക്കകത്ത് അൾട്രാ HD ഡൗൺലോഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ കാണിക്കുക. അപ്പോൾ അതിന് എക്സ്ട്രീം ജസ്റ്റ് ആക്സ് ചെയ്യാം. അപ്പോൾ HDR എക്സ്ട്രീമാണ് ഇട്ടേക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 ആണ്. ഓക്കെ, അപ്പോൾ കോമ്പാക്റ്റിനകത്തും HDR എക്സ്ട്രീമും ആണ് യൂസ് ചെയ്തിരിക്കണേ. ഓക്കെ, സെറ്റ്. സോ ഇതിനകത്ത് ഞാൻ പ്രഷർ സെൻസിറ്റീവ് കാണിച്ചു തരാം. സോ ഞാൻ പ്രഷർ സെൻസിറ്റീവ് ഓരോന്നും നമുക്ക് ഓരോ ഗെയിംസിനും ഓരോ സ്ഥലത്തായി, അപ്പോൾ നമുക്ക് മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പ്രഷർ സെൻസിറ്റീവ് ഇടാൻ പോയിട്ട് ഉണ്ടോ ഇവിടെ കാണിച്ച് ഞാൻ ഷൂട്ടിൽ തന്നെ എനിക്ക് അതിനകത്ത് കുറച്ചുകൂടി ഫേബിളായിട്ട് തോന്നിയത് ഇത് രണ്ടുമാണ്. പിന്നെ അതിനകത്ത് തന്നെ ഡബിൾ മാപ്പ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഡബിൾ മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതെ L1ഉം L2ഉം വരും. ദാറ്റ് മീൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് L2 നമുക്കിപ്പോൾ L1 അവിടെ ഇട്ടു, L2 നമുക്ക് ഇവിടെ വേണമെങ്കിൽ വേറെ എവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ ഏതാണ് നമ്മുടെ ബാക്കി ആ സ്ക്രൗള് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ L2 ഇടാം. അതേപോലെ എന്ത് ഇവിടെ റൈറ്റും വേണമെങ്കിൽ അത് ഡബിൾ മാപ്പ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ R2 വരും, R1ഉം R2 വരും. അപ്പോൾ R2 വേണമെങ്കിൽ അസൈൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കഴിയുമ്പോൾ 2 ഫംഗ്ഷൻ നടന്നിട്ട് പോകും. പക്ഷേ എനിക്ക് സിംഗിൾ മാപ്പിംഗ് ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. രണ്ടിനും ലെഫ്റ്റ് റൈറ്റ് വേണമെങ്കിൽ ലെഫ്റ്റ് മാത്രം സിംഗിൾ മാപ്പിംഗ്, റൈറ്റ് മാത്രം ഇടാം. പിന്നെ പ്രഷർ സെൻസിറ്റിവിറ്റി, വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾക്ക് മാനുവലായിട്ട് ഉണ്ടാവും. എത്ര സെൻസിറ്റിവിറ്റി വേണം, എങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യാം, മൊത്തം നമുക്ക് ഒരു കിടുക്കൻ ഒരു ദാറ്റ് മീൻസ് ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണാണെങ്കിൽ എല്ലാത്തിനും ദാറ്റ് മീൻസ് പ്യുവർലി ഗെയിമിംഗ് സെൻട്രിക് ഫോണാണെങ്കിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പക്കയായിട്ട് എടുത്തൊക്കെ ഇറക്കിയിട്ടുള്ള ഫോണാണ്. എനിക്ക് ആദ്യം ഞാൻ ഇതൊരു പ്രോപ്പർ ഗെയിമർ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു സാധനം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഗെയിമേഴ്സ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഈവൻ Iqoo7 തന്നെ അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല. Iqoo7 തന്നെ, പക്ഷേ ഈ പ്രഷർ സെൻസിറ്റീവ് സംഭവങ്ങൾ അതിനകത്തില്ല Iqoo7 വെച്ച് നോക്കുമ്പോൾ. ഇതിനകത്ത് മാത്രം Iqoo7 ലെജൻഡിന് നമുക്ക് പ്രഷർ സെൻസിറ്റീവ് തന്നെ. പക്ഷേ ആരെയോ ഫോളോ, ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ PUBG നല്ല സ്മൂത്താണ്, ഒന്നും പറയാനില്ല. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു തോക്ക് കിട്ടട്ടെ കയ്യിൽ. ലൊക്കേഷൻ തെറ്റിപ്പോയി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരു സ്കാറിൽ കിട്ടിയിട്ടുണ്ട്, പൊളി. ഇനി വീഡിയോ വയ്ക്കണ സീനാരി ഒന്ന് ഞാൻ വോളിയം കൂട്ടാം. ഗൈസ്, ഇപ്പോൾ ഞാനിപ്പോൾ ഓടുവാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഗ്രീൻ കാണാനല്ലേ, അവിടെയാണ് എനിമീന്ന് ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഓടുക. കണ്ടത് ഓടി പോയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സമയത്ത് ഇവിടെ ഇപ്പോൾ എനിമി വരുവാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഗ്രീൻ ആ ബോക്സിന് എനിമീന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഓടുന്ന ബോക്സിൽ എനിമി ജസ്റ്റ് ഇച്ചിരി കൂടെ ഹോൾഡിൽ ഇച്ചിരി കൂടെ പ്രഷറിൽ ആ സ്ക്രീനിൽ തൊടുക. ഉണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗറായി. അയ്യോ, എല്ലാവരും പോയോ? അവിടെ വൻ ടീംസ് ഇറങ്ങിയിട്ട് നമ്മുടെ വലിയ ഐറ്റംസ് ഒന്നുമില്ല, ജാക്കറ്റും ഇല്ല, പ്രൊട്ടക്ഷനും ഒന്നുമില്ല, ജസ്റ്റ് കയറി കൊടുക്കാം. സോ ഗൈസ്, നല്ല സ്മൂത്ത്നെസ് ഉണ്ട്. അത് കണ്ടോ, അയ്യോ ആരോ ഉണ്ട് കേട്ടോ, ഇപ്പോൾ തീരാറായിട്ടുണ്ട് നമ്മുടെ പരിപാടി. ഗണ്ണ സംഭവം വരത്തില്ലല്ലോ. ഗൈസ്, നമ്മൾ ഓരോ ഷൂട്ട് ചെയ്യുമ്പോഴും അതനുസരിച്ചൊരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട് കേട്ടോ, കിടുക്കം വൈബ്രേഷൻ. ഞാനിപ്പോൾ അറിയാണ്ട് കുറച്ചുകൂടെ പ്രഷറായിട്ട് പോയതാട്ടോ. ഗൈസ്, ഒന്നും പറയാനില്ല, പട്ടക്കം ഗെയിമിംഗ് സെൻട്രിക്ക് റോഗ് 5 എൻ്റെ കയ്യിൽ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തില്ല. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ കമ്പാരിസൺ ആയിട്ട് ഞാൻ ഏറ്റവും അടിപൊളിയും പറഞ്ഞു. എന്നാലും 40K സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ, അടിപൊളി സാധനം. ഇപ്പം വെടിവെക്കാനുണ്ടോ? ഉണ്ടോ, എൻ്റെ ഓർഡറിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് വെടിവെക്കാം. ഓക്കെ, അവിടുന്ന് ടീംസ് വരുന്നുണ്ട് കേട്ടോ. സോ ഓക്കെ, സോ ഗൈസ്, അതാണ് നമ്മുടെ Iqoo7 ലെജൻഡിൻ്റെ ഗെയിമിംഗ് റിവ്യൂ.
ഒന്നും പറയാൻ ഞാനിപ്പോൾ ഒരു എബൌട്ട് ഒരു മണിക്കൂർ ഇപ്പോൾ കണ്ടിന്യൂസ് സെഷനാണ്. ഞാനിപ്പോൾ നമ്മളിൻ്റെ ഹീറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ വലിയൊരു ഹീറ്റിംഗ്, പിന്നെ ഒരു ഹീറ്റിംഗ് ഉണ്ട്, ചെറിയൊരു എന്താണ് നമുക്ക് മൈൻഡ് ഹീറ്റ് ഉണ്ട്. ഹീറ്റ് അല്ലാണ്ട് ഹീറ്റിംഗ് ഇഷ്യൂസ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ടോട്ടലി തൂഫാൻ. വാല്യൂ ഫോർ മണി 40K. ദാറ്റ് മീൻസ് 8 ഞാൻ റെക്കമെൻഡ് ചെയ്തു. കാരണം അതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്ത് കോമ്പറ്റീഷൻ പിന്നെയും വരും. ദാറ്റ് മീൻസ് 40Kയിൽ Iqoo7 Legend ആൻഡ് 32K. ദാറ്റ് മീൻസ് Mi11X വേഴ്സസ് ഞാൻ Iqoo7 ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ട് Mi11Xൻ്റെ ഗെയിമിംഗ് റിവ്യൂവും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാം കൂടി ഞാൻ ടോട്ടലി പറയാം. അതിൻ്റെ ഒരു ദാറ്റ് മീൻസ് ഒരു എക്സ്ക്ലൂസീവ് റിവ്യൂ, ക്യാമറ റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. എൻ്റെ അൺബോക്സിങ് ചിലപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. താങ്ക് യു.